Namaskaram. Welcome to my YouTube channel PV's Pavilion. It was a super Friday. Wonderful Friday. And under 19 team of India reached into the finals of the Asia Cup. ദുബായിൽ കനത്ത മഴയായിരുന്നു. അങ്ങനെ അണ്ടർ 19 കളികൾ നടക്കുമോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു. 2 സെമിഫൈനൽസ് ആയിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഇന്ത്യ അഗൻസ്റ്റ് ശ്രീലങ്ക ആൻഡ് പാകിസ്ഥാൻ അഗൻസ്റ്റ് ബംഗ്ലാദേശ്. മഴ കാരണം 2 മാച്ചും റെഡ്യൂസ് ചെയ്തു. പാകിസ്ഥാൻ ബംഗ്ലാദേശ് മാച്ച് 27 ഓവറായിട്ട് കുറച്ചു. അതുപോലെ ഇന്ത്യ ശ്രീലങ്ക മാച്ച് 20 ഓവേഴ്സായിട്ട് കുറച്ചു. കാരണം മഴ ചോർന്നതിന് ശേഷം ഔട്ട്ഫീൽഡൊക്കെ വളരെ വെറ്റായിരുന്നു, നനഞ്ഞതായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ശരിയായി വന്നപ്പോഴത്തേക്ക് ഒരുപാട് സമയം പോയി. 20 ഓവേഴ്സ് മാച്ച്. 20 ഓവേഴ്സിൽ ഇന്ത്യ ടോസ് ജയിച്ച് ശ്രീലങ്കയെ ബാറ്റിങ്ങിനായിട്ട് ക്ഷണിച്ചു. ശ്രീലങ്ക വന്ന് ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ വിക്കറ്റുകൾ റെഗുലർ ഇൻ്റർവെൽസിൽ വീണുകൊണ്ടിരുന്നു. സൂപ്പർ ഫീൽഡിംഗ്, സൂപ്പർ ബൗളിംഗ് ബൈ ഇന്ത്യൻ ബോയ്സ്. Sri Lanka could manage only 138 runs in that 20 overs. Okay. So അതിനകത്ത് കിഷൻ കുമാർ സിംഗ്, ദിവേഷ് ദേവേന്ദ്രൻ, ഖിലൻ പട്ടേൽ ഈ 3 പേരും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. കനിഷ് ചവാൻ ആൻഡ് ഹെനിൽ പട്ടേൽ ഈ 2 വിക്കറ്റ് എടുത്തു. നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു. 138 റൺസ് എന്ന് പറഞ്ഞാൽ 2020 അത്ര വലിയ അല്ല. ഈവൻ 2020 ആണല്ലോ കളിച്ചത്. 20 ഓവേഴ്സ് മാച്ചായിട്ടാണ് കളിച്ചത്. ഇതൊരു വൺ ഡേ മാച്ച് ആണെങ്കിലും 50 ഓവർ മാച്ച് ആണെങ്കിലും മഴ കാരണം കളിച്ചത് 20 ഓവേഴ്സ് മാച്ചായിട്ടാണ്. സോ ഇന്ത്യ സ്റ്റാർട്ടഡ് ദെയർ റിട്ടേൺ ബാറ്റിംഗ് വിത്ത് ആയുഷ് മാത്രേ ആൻഡ് വൈഭവ് സൂര്യവംശി, the wonder boy, in the crease. But unfortunately, both returned to pavilion. 2 പേരും പെട്ടെന്ന് ഔട്ടായി തിരിച്ചുപോയി. ആയുഷ് മാത്രേ 7 റൺസ് എടുത്തു, വൈഭവ് സൂര്യവംശി 9 റൺസ് എടുത്തു. ഇവർ 2 പേരും പെട്ടെന്ന് ഔട്ട് ആയതോടുകൂടി കംപ്ലീറ്റ് ടെൻഷനായിരുന്നു. കാരണം ഈ പിച്ച് ശരിയല്ലേ, ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഔട്ടായി പോവുകയാണെങ്കിൽ 138 റൺസിൻ്റെ സ്കോർ ഓവർഹോൾ ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ വി ആർ ഗോയിങ് ടു ഔട്ട് ഫ്രം ദി ടൂർണമെൻറ്റ് വിതൗട്ട് സീയിങ് ദി ഫൈനൽസ്. ബട്ട് ദി റെസ്റ്റ് ബാറ്റ്സ്മാൻ, നമ്പർ 3 ആൻഡ് നമ്പർ 4 വന്ന പ്ലേയേഴ്സ്, അവർ they studied the innings and score wonderful runs. അതാരാണെന്ന് നോക്കാം. മലയാളി പയ്യൻസ്. ആരോൺ ജോർജ് 58 റൺസ് ഓഫ് 49 ബോൾസ്. വളരെ സ്റ്റഡിയായ, എന്നാൽ അറ്റാക്ക് ചെയ്യേണ്ടടുത്ത് അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ കളിച്ചു. ആൻഡ് വിഹാൻ മൽഹോത്ര 61 റൺസ് ഓഫ് 45 ബോൾസ്. അദ്ദേഹം 4 4 അടിച്ചു, 2 6 അടിച്ചു. അങ്ങനെ നല്ല ഒരു ഇന്നിങ്സ് ആയിരുന്നു 2 പേരും കാഴ്ചവെച്ചത്. 2 ഓവർ ബാക്കി നിൽക്കെ അവർ ലക്ഷ്യം കണ്ടു. 139 റൺസ് ഫോർ 2 വിക്കറ്റ്സ് എന്നുള്ള നിലയിൽ കളി ഫിനിഷ് ചെയ്തു. മാൻ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുത്തത് വിഹാൻ മൽഹോത്ര. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഫൈനലിൽ, സൺഡേ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനും ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വി ക്യാൻ സീ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ ഇൻ ദി അണ്ടർ 19 ODI Asia Cup. Okay, let us see what happens against South Africa during the last 5th T20 match by India. അഹമ്മദാബാദ് ഗുജറാത്തിൽ നടന്ന 5ാമത്തെ T20യിൽ
സൗത്ത് ആഫ്രിക്കയാണ് ടോസ് ജയിച്ചത്. ഇന്ത്യയെ ബാറ്റിങ്ങിന് വേണ്ടി പറഞ്ഞു വിട്ടു. ടോസ് ജയിക്കാതിരുന്നത് ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണോ എന്ന് എനിക്ക് അപ്പോൾ തോന്നി. സഞ്ജു സാംസൺ, നമ്മൾ കാത്തിരുന്ന ഒരവസരമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇന്നലെ കളിയിൽ ശുഭ്മാൻ ഗിൽ കളിച്ചില്ല. നല്ല ഒരു അവസരമാണ് സഞ്ജു സാംസണ് കിട്ടിയത്. സഞ്ജു സാംസൺ ആൻഡ് അഭിഷേക് ശർമ്മ രണ്ടുപേരും കൂടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സ്റ്റാർട്ടിങ് മുതൽ തന്നെ രണ്ടുപേരും ആക്രമിച്ച് കളിക്കുമായിരുന്നു. ആരോടാണ് ഈ വൈരാഗ്യം എന്ന് എനിക്ക് തോന്നിപ്പോയി. ഫ്രം ദി ഫസ്റ്റ് ബോൾ ദേ വർ ഹിറ്റിംഗ് അറ്റ് വിൽ. സൂപ്പർ ഓപ്പണിംഗ് ജോഡിയുടെ ഒരു കളിയാണ് നമ്മൾ കണ്ടത്. സഞ്ജു സാംസൺ 37 റൺസ് എടുത്തു ജസ്റ്റ് 22 ബോൾസിൽ. 4 4 2 6 എല്ലാം അടിച്ച് നല്ല സൂപ്പറായിട്ട് ഇന്നിംഗ് ആണ് സഞ്ജു കാണിച്ചത്. ആൻഡ് അഭിഷേക് ശർമ്മ നോട്ട് ഫാർ ബിഹൈൻഡ്, 34 റൺസ് എടുത്തു 21 ബോൾസിൽ. 6 4 അടിച്ചു, ഒരു 6ഉം അടിച്ചു അദ്ദേഹം. അവർ ഔട്ടായപ്പോഴത്തേക്ക് പിന്നെ വന്നത് തിലക് വർമ്മയും സൂര്യയുമാണ്. തിലക് വർമ്മ ആസ് യൂഷ്വൽ നന്നായിട്ട് കളിച്ചു. 73 റൺസിൻ്റെ ഒരു സ്റ്റഡി ഇന്നിങ്സ് ഓഫ് ജസ്റ്റ് 42 ബോൾസ്. ബട്ട് അലാസ് സൂര്യ ഫെയിൽഡ് അഗൈൻ. സ്കൈ, നമ്മുടെ ക്യാപ്റ്റൻ, വെറും 5 റൺസ് എടുത്തുകൊണ്ട് പവലിയനിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോം മഹാമോശമായിട്ട് തുടരുന്നു. മാച്ച് ഇന്ത്യൻ ടീം ജയിക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫെയിലാവുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം മാർക്കറ്റിൽ ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഫോം തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ കഴിയുകയുള്ളൂ. ബട്ട് സൂര്യ ഔട്ടായതിനു ശേഷം വന്നത് ഹാർദിക് പാണ്ഡ്യ, ദി സ്വാഗ് മാൻ, വണ്ടർഫുൾ ബാറ്റർ, ഡാർലിംഗ് ഓഫ് ഇന്ത്യ. അദ്ദേഹം വന്ന് ഫസ്റ്റ് ബോൾ മുതൽ അടി തുടങ്ങി. 6 4 6 4 ലൈക്ക് ഇറ്റ് വാസ് എ ജുഗൽബന്ദി അലോങ് വിത്ത് ദി തിലക് വർമ്മ. ഹാർദിക് പാണ്ഡ്യ 16 റൺ എടുത്തപ്പോഴേക്കും 50 ആയി. 16 ബോൾ കളിച്ചപ്പോഴേക്കും 50 ആയി. ഓക്കെ, അദ്ദേഹം 25 ബോളിൽ 63 റൺസ് എടുത്തു, 5 4 അടിച്ചു. അപ്പോൾ അതുപോലെ തന്നെ 5 6ഉം അടിച്ചു. സൂപ്പർ ബാറ്റിംഗ് ഡിസ്പ്ലേ. നല്ല ഒരു സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചിട്ട് ആണ് അദ്ദേഹം ഔട്ടാവുന്നത്. ശിവം ദുബെ 3 ബോൾ കളിച്ചു വന്നിട്ട് 10 റൺ എടുത്തിട്ട് ഒരു 6 ഒരു 4 അടിച്ചിട്ട് അങ്ങനെ മാച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇന്ത്യ സ്കോർഡ് 231 റൺസ് ഫോർ 5 വിക്കറ്റ്സ്. നല്ലൊരു കൂറ്റൻ സ്കോർ തന്നെ പടുത്തുയർത്തിയ സന്തോഷത്തിലാണ് ഇന്ത്യൻ ഫാൻസ് ആ സമയത്തിരുന്നത്. അപ്പോൾ മറുപടി ബാറ്റിങ്ങുമായിട്ട് സൗത്ത് ആഫ്രിക്ക എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു. നല്ല ക്ലിയർ കട്ട് സ്കൈ. എവറിത്തിങ് വാസ് ഫൈൻ ഫോർ എ ബിഗ് ചേസ്. അതുപോലെ തന്നെ ക്വിൻ്റൺ ഡി കോക്ക്, അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇടങ്കയ്യൻ, ഇന്ത്യയുടെ അഗൻസ്റ്റ് എന്നും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ഡി കോക്ക് വന്നിട്ട് ഫുൾ ഹിറ്റിംഗ് ആയിരുന്നു. സൂപ്പർ ഹിറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗം. 65 റൺ എടുത്തു. 10 ഓവർ കഴിഞ്ഞപ്പോഴേക്കിന് സൗത്ത് ആഫ്രിക്ക ഈ മാച്ചും കൊണ്ടുപോയെന്ന് നമ്മൾ കരുതി. 35 ബോൾസിലാണ് അദ്ദേഹം 65 റൺസ് എടുത്തത്. ബട്ട് ദി അതർ ഓപ്പണർ റിസ ഹാൻഡ്രിക്സ്, അദ്ദേഹം ഒരു വളരെ ഓർഡിനറി കളിയായിരുന്നു. 13 റൺ എടുത്തോളൂ 12 ബോൾ കളിച്ചിട്ട്. ഒരൊറ്റ 4 അടിക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം ഔട്ടായി. പിന്നെ ഡിവാൾഡ് ബ്രേവിസ് വന്നു. അദ്ദേഹം ഒരു ഹാർഡ് ഹിറ്ററാണ്. IPL മുംബൈ ഇന്ത്യൻസ് കളിക്കുന്ന ആളാണ്. ബ്രേവിസ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. നന്നായിട്ട് ഒരു 2 6 അടിച്ച് ഒരു 2 3 4 അടിച്ച് അദ്ദേഹം ഒരു താളം കണ്ടെത്തി
31 റൺസ് എടുത്തു 17 ബോളിൽ. പക്ഷേ അദ്ദേഹം ഔട്ടായതോടുകൂടി താളം തെറ്റി. ആർക്ക്? സൗത്ത് ആഫ്രിക്കയ്ക്ക്. ഡേവിഡ് മില്ലറും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് അറിയില്ല, ഇന്ത്യയുടെ അഗൻസ്റ്റ് അയാൾ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്. 18 റൺസേ എടുക്കാൻ പറ്റിയുള്ളൂ അതേയുള്ളൂ. ബാക്കിയുള്ളവരുടെ ഒന്നും സ്കോർ പറയത്തക്ക ഒന്നുമില്ല. എനിവേ, എന്നാലും 201 റൺസ് എടുക്കാൻ അവർക്ക് പറ്റി ഇൻ ദി സ്റ്റിപ്പുലേറ്റഡ് 20 ഓവേഴ്സ്. ഓക്കെ, ആൻഡ് അത് 201 റൺ, അപ്പോൾ ഒരു 30 റൺസിന് ഇന്ത്യ വൺ ദി മാച്ച്. ഇന്ത്യ ലാസ്റ്റ് മാച്ച് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ടാലി വന്നിട്ട് 3-1. ഇന്ത്യ 3 ജയം, സൗത്ത് ആഫ്രിക്ക ഓൺലി 1 വിക്ടറി. ഇന്ത്യക്ക് വേണ്ടി ബൗളേഴ്സ് നന്നായിട്ട് അടി വാങ്ങി. ആദ്യം ഡിക്കോക്കിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി വാരിക്കൂട്ടി ഇവരെല്ലാം കൂടെ. ഒരു ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ സൂര്യ എടുത്തത് ബുംറയെ ഓപ്പണിംഗ് സ്പെല്ലിൽ വിട്ടില്ല. പവർ പ്ലേയിൽ ബോൾ ചെയ്യാൻ ബുംറയെ വിട്ടില്ല. അതൊരു മാസ്റ്റർ സ്ട്രോക്കായി. അർഷദീപ് ഒരു വിക്കറ്റ് എടുത്തു, 47 റൺ കൊടുത്ത്. ബുംറ 2 വിക്കറ്റ് എടുത്തു, ജസ്റ്റ് അറ്റ് ദി കോസ്റ്റ് ഓഫ് 17 റൺസ്. 4 പോയിൻറ്റ് സംതിങ് ആവറേജിലാണ് അദ്ദേഹം പന്തെറിഞ്ഞത്. നല്ല ഇക്കോണമി ആയിരുന്നു. അതൊരു ടെസ്റ്റ് മാച്ചിലൊക്കെ ബോൾ ചെയ്യുന്ന രീതിയിൽ അത്രയും റണ്ണൊന്നും കൊടുക്കാതെ നല്ല സൂപ്പറായിട്ട് 2 വിക്കറ്റും എടുത്തു. അതിൽ ഒന്ന് ഡിക്കോക്കിൻ്റെ വിക്കറ്റായിരുന്നു. ഡിക്കോക്ക് ഇങ്ങനെ ഒരു ഗ്രേറ്റ് ഗണ്ണായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെ 65 റണ്ണിൽ ഔട്ടാക്കിയത് ബുംറ സ്വന്തം ബോളിംഗ് ഒരു റിട്ടേൺ ക്യാച്ച് എടുത്തുകൊണ്ടാണ്. വരുൺ ചക്രവർത്തി അത്യാവശ്യം നന്നായിട്ട് അടി വാങ്ങിച്ചു ആദ്യത്തെ 2 ഓവർ. പക്ഷേ ദി ഗ്രേറ്റ് ബോയ് റിട്ടേൺഡ് വിത്ത് എ മാജിക് നമ്പേഴ്സ്. 4 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. അതായത് സൗത്ത് ആഫ്രിക്ക മിഡിൽ ഓർഡറിനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. 4 വിക്കറ്റ്സ് ഫോർ ജസ്റ്റ് 53 റൺസ്. 53 റൺസ് പറഞ്ഞാൽ ഇസ് ടു മച്ച്. ബട്ട് 4 വിക്കറ്റ് എടുത്തതുകൊണ്ട് നമ്മളുടെ അടുത്ത് നല്ലൊരു കൂറ്റൻ ടോട്ടൽ ഉള്ളത് കൊണ്ട് അത് വിഷയമായില്ല. എങ്കിലും വരുൺ ചക്രവർത്തി ദി വണ്ടർ ബോയ് ഫിനിഷ് വിത്ത് 4 വിക്കറ്റ്സ്. ഓക്കെ, പാണ്ഡ്യ ബാറ്റിംഗ് ചെയ്ത് തന്നെ ജ്വലിക്കുന്ന ഫോമിലായിരുന്നു. ആ ഒരു ഉദ്ദേശം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ബോൾ എറിഞ്ഞു. ആദ്യം അവളെ കുറച്ച് അടി വാങ്ങിയെങ്കിലും 1 വിക്കറ്റ് എടുത്തു പാണ്ഡ്യ. അപ്പോൾ പാണ്ഡ്യയുടെ ഗ്രേറ്റ് ഇന്നിങ്സ് കാരണം ഹി വാസ് ഡിക്ലെയർഡ് മാൻ ഓഫ് ദി മാച്ച്. പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് ഹാർദിക് പാണ്ഡ്യ തിരഞ്ഞെടുത്തു. എന്നാൽ തൻ്റെ ഓൾറൗണ്ട് പ്രകടനം എല്ലാ മാച്ചിലും നന്നായിട്ട് വിക്കറ്റ് എടുത്ത് കളിച്ച നമ്മുടെ വരുൺ ചക്രവർത്തി എന്ന സ്പിന്നർ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സൂപ്പർ മാച്ചാണ് കാണാൻ പറ്റിയത്. T20 മാച്ച് സീനിയർ ടീമിൻ്റെ, അതുപോലെ അണ്ടർ 19 ODI ഏഷ്യ കപ്പ് രണ്ടിൻ്റെയും ഫലം ഇന്ത്യക്ക് അനുകൂലമായിരുന്നുകൊണ്ട് വളരെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രൈഡേ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഷെയർ. താങ്ക് യു വെരി മച്ച്.